നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. അമേരിക്കയും അമേരിക്കൻ സർക്കാരും ജനാധിപത്യവുമെല്ലാം അർബുദമാണെന്ന് പറഞ്ഞിരിക്കുകയാണ് ഷിക്കാഗോ യൂണിവേഴ്സിറ്റി ഓഫ് ഇല്ലിനോയ്സിലെ ഒരു മുസ്ലിം വിദ്യാർത്ഥി. 2025 ബിരുദം നേടാനിരിക്കുന്ന യുഎസിലെ ഇല്ലിനോയ്സ് ഷിക്കാഗോ സർവകലാശാലയിലെ വിദ്യാർത്ഥിയായ മുഹമ്മദ് നുസൈറത്ത് അമേരിക്കയെക്കുറിച്ചും അതിന്റെ മൂല്യങ്ങളെക്കുറിച്ചും പ്രകോപനമായ പ്രസ്താവനകൾ നടത്തിയ വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത്. മുഹമ്മദ് നുസൈറത്ത് 2024 മെയ് 3 നടത്തിയ ഒരു പ്രസംഗത്തിൽ അമേരിക്കയും അമേരിക്കൻ ഗവൺമെന്റും ജനാധിപത്യവും ക്യാൻസറുകളാണെന്നും അവർ തങ്ങളുടെ രോഗം ലോകമെമ്പാടും വ്യാപിപ്പിച്ചുവെന്നും പറയുന്നു. മുഹമ്മദ് നുസൈറത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: അമേരിക്ക ക്യാൻസറാണ്. അമേരിക്ക, അമേരിക്കൻ ഗവൺമെന്റ്, മതേതരത്വം, ജനാധിപത്യം, മുതലാളിത്തം ഇവ ലോകമെമ്പാടും അമേരിക്കയിലും മിഡിൽ ഈസ്റ്റിലും അവരുടെ രോഗം പടർത്തുന്ന ക്യാൻസറുകളാണ്. ഇപ്പോൾ മുസ്ലിങ്ങൾ ഈ ക്യാൻസർ മടുത്തു. അവർക്ക് അമേരിക്കൻ ഗവൺമെന്റിനെ മടുത്തു. അവർക്ക് ജനാധിപത്യത്തിൽ മടുത്തു. അവർക്കൊരു പുതിയ ജീവിത രീതി കാണാൻ ആഗ്രഹമുണ്ട്. മുസ്ലിങ്ങൾ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ആ പുതിയ വഴിയുണ്ടെന്ന് ജീവിതത്തിന്റെ. യുഎസിൽ കമ്പ്യൂട്ടർ സയൻസിൽ ബാച്ചലർ ഓഫ് ഡാറ്റാ സയൻസിൽ പഠിക്കുന്ന നുസൈറത്തിന്റെ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ കാര്യമായ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. എങ്കിൽ പോകൂ, അമേരിക്കയിൽ നമ്മുടെ രാജ്യത്തെ വെറുക്കുന്ന ആരെയും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പോകൂ, ഒരിക്കലും തിരികെ വരരുത്. അയാളുടെ സ്കോളർഷിപ്പും സ്റ്റുഡന്റ് വിസയും ഉടനടി അസാധുവാക്കേണ്ടതുണ്ട്, ഒരാൾ കുറിച്ചു. മറ്റൊരാൾ പറഞ്ഞു, അമേരിക്കയിൽ മടുത്ത ഒരാൾ എന്തിനാണ് അമേരിക്കയിൽ താമസിക്കുന്നത്, എന്തുകൊണ്ടാണെന്ന് ആർക്കെങ്കിലും അറിയാമോ എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് വരുന്നത്. അമേരിക്കൻ രീതികളോടും അതിന്റെ നിയമങ്ങളോടും പൊരുത്തപ്പെടാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ യുഎസിൽ താമസിക്കാൻ സുഖകരമല്ലാത്തവർ അവർ വന്ന രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കൂ എന്നാണ് പൊതുവിൽ ഉയരുന്ന വികാരം. കൂടാതെ 2024 ഏപ്രിൽ 26 UICയുടെ MSIയിൽ വെള്ളിയാഴ്ച പ്രഭാഷണത്തിനിടെ മുസാഖ് ഖാസി എന്ന് പേരുള്ള മറ്റൊരു വ്യക്തി പാലസ്തീൻ വിമോചനത്തെക്കുറിച്ച് വികാരം പ്രകടിപ്പിച്ചു. യഥാർത്ഥ വിമോചനം അമേരിക്കൻ ശ്രമങ്ങളിലൂടെയല്ല, മറിച്ച് മുസ്ലിം രാഷ്ട്രങ്ങളുടെ ശക്തിയിലൂടെ ആയിരിക്കുമെന്ന് സമർത്ഥിച്ചു. 2 പ്രസംഗങ്ങളും ഓൺലൈനിൽ വൻ വിമർശനങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.